കർമ്മനിരത എന്നുള്ളതിന് പുതിയ പരിവേഷം നൽകിക്കൊണ്ട് കേരളത്തിനെ ധീരമായി മുന്നോട്ടു നയിച്ചുകൊണ്ട് നവകേരള സൃഷ്ടിയിൽ നമുക്കെല്ലാവർക്കും എന്നും വഴിവിളക്കായി വിളങ്ങുന്ന നമ്മുടെ ആദരണീയനായ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ ഇന്ന് നമ്മോടൊപ്പം സംവദിക്കുവാനായി എത്തിച്ചേർന്നിരിക്കുകയാണ്. പരസ്പരം ചിരിക്കണം, വിളക്കുകൾ കൊളുത്തണം, വെറുപ്പുകൾക്കുമേൽ പ്രകാശനാളമാവണം. സാംസ്കാരിക വകുപ്പിന്റെ പരസ്പരം വേദിയുടെ മുദ്രാഗാനമായി വിളങ്ങുന്ന ഈ വരികൾ അന്വർത്ഥമാക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇന്ന് ഈ വേദിയിൽ സംഗമിക്കുന്നത് എന്നുള്ളത് വിനയപൂർവ്വം നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് അതിഥികളെയും ഒപ്പം കലാപ്രതിഭകളെയും കേരളത്തിൻ്റെ നാനാകോണുകളിൽ നിന്ന് ഇവിടെ എത്തി തിങ്ങി നിറഞ്ഞ ഈ മഹാസദസ്സിനെയും സ്വാഗതം ചെയ്യുന്നതിന് സംസ്കാര വകുപ്പിൻ്റെ ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS-നെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. പരസ്പരം ചിരിക്കണം, വിളക്കുകൾ കൊളുത്തണം, വെറുപ്പുകൾക്കുമേൽ പ്രകാശനാളമാവണം. സാംസ്കാരിക വകുപ്പിന്റെ പരസ്പരം വേദിയുടെ മുദ്രാഗാനമായി വിളങ്ങുന്ന ഈ വരികൾ അന്വർത്ഥമാക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇന്ന് ഈ വേദിയിൽ സംഗമിക്കുന്നത് എന്നുള്ളത് വിനയപൂർവ്വം നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ആശയം രാഷ്ട്ര നിർമ്മാണത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്, സ്വായത്തമാക്കിയിട്ടുണ്ട്. നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയം നമ്മളെല്ലാവരും ഭാരതത്തിൻ്റെ മുഖമുദ്രയായി നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിൽ സ്വായത്തമാക്കിയിട്ടുണ്ട്. സാംസ്കാരിക കേരളത്തിൽ ഒരുപക്ഷെ അതിനെ പുനർനിർവചിക്കേണ്ടെന്ന ആവശ്യമുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. പലമയിലെ തനിമയാണ് സാംസ്കാരിക കേരളം അന്നും ഇന്നും ആഘോഷിക്കുന്നത്. 7 വർണ്ണങ്ങൾ കൂട്ടിവച്ച മഴവില്ലുപോലെ നമ്മൾ ഓരോരുത്തരും അവരവരുടെ കലാ സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ തനിമ നിലനിർത്തിക്കൊണ്ട് ഈ പലമയെ ആഘോഷിക്കുകയാണ് ഇന്ന്. എൻ്റെ ഉച്ച വേറിട്ട് കേട്ടുവോ എന്നുള്ള കവിവാചകത്തിൽ ആകൃഷ്ടരാകാത്ത ഏത് കലാകാരരാണ് നമുക്കുള്ളത് എന്നെനിക്കറിയില്ല. കലാകാരർ എന്നു മാത്രമല്ല, മനുഷ്യരാസകലം അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കലാസാഹിത്യ മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കുന്ന കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളത് അറിയിച്ചുകൊണ്ട് ഈ ദിവസം ധന്യമാക്കുവാനായി നാനാഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് വന്നു ചേർന്നിട്ടുള്ള ഏവർക്കും ഹൃദയംഗമായ സ്വാഗതം അർപ്പിച്ചുകൊള്ളട്ടെ. കർമ്മനിരത എന്നുള്ളതിന് പുതിയ പരിവേഷം നൽകിക്കൊണ്ട് കേരളത്തിനെ ധീരമായി മുന്നോട്ടു നയിച്ചുകൊണ്ട് നവകേരള സൃഷ്ടിയിൽ നമുക്കെല്ലാവർക്കും എന്നും വഴിവിളക്കായി വിളങ്ങുന്ന നമ്മുടെ ആദരണീയനായ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ ഇന്ന് നമ്മോടൊപ്പം സംവദിക്കുവാനായി എത്തിച്ചേർന്നിരിക്കുകയാണ്. 100 പൊന്നമ്പിളികൾ കണ്ടു നിൽക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മധ്യത്തിലേക്ക് സാംസ്കാരിക കേരളത്തിനായി
വിനയപൂർവ്വം ഞങ്ങളുടെ സ്നേഹാദരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേരുവാനുള്ള കാരണഭൂതൻ നമ്മുടെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി, ഇന്നത്തെ ഈ ദിനത്തിൽ ഈ വേദിയിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യനായ ശ്രീ സജി ചെറിയാൻ അവർകളാണ്. അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിയും ഒപ്പം അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശവുമെല്ലാം നമുക്കുള്ളത് കൊണ്ടാണ് ഈ ഒരു ദിവസവും സാംസ്കാരിക വകുപ്പിൻ്റെ അനവധി പരിപാടികളും യാഥാർത്ഥ്യമാകുന്നത് എന്നുള്ള കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് വകുപ്പിനു വേണ്ടിയും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും അധ്യക്ഷ പദം അലങ്കരിക്കുവാനായി പ്രിയങ്കരനായ ശ്രീ സജി ചെറിയാൻ അവർകളെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തൃശ്ശൂരിൻ്റെ സ്വന്തം ആരാധ്യനായ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവർകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വിശിഷ്ട കലാകാരർ ഇവിടെയുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. കലാകാരിയും കലാകാരനും എന്നുള്ള പദത്തിന് പകരമായി കലാകാരർ എന്നുള്ള ഒരു പദം ഉപയോഗിക്കാമോ എന്ന് ഞാൻ ബഹുമാനപ്പെട്ട പ്രഭാവർമ്മ സാറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അനുവാദത്തോടു കൂടിയാണ് ഇന്ന് കലാകാരർ എന്നുള്ള ഒരു ഏക പദത്തെ ഇവിടെ നമ്മൾ സ്വീകരിക്കുന്നത്. നമുക്ക് അനവധി മകുടങ്ങൾ ചൂടിയ കലാകാരർ ഇന്ന് നമ്മുടെ സദസ്സിൽ വച്ച് ആദരിക്കപ്പെടുന്നുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും പേര് ഞാനിപ്പോൾ എടുത്തു പറയാത്തതിൽ ക്ഷമിക്കണം. ഒറ്റ വാക്കിൽ സംപൂജ്യരായിട്ടുള്ള എല്ലാ കലാകാരർക്കും സ്വാഗതം അരുളി ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗത്തിന് അടിവര ചാർത്തുകയാണ്. ശ്രീ മുരളി പെരുന്നെല്ലി MLA കൂടി എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനും ഒപ്പം മറ്റെല്ലാ ജനപ്രതിനിധികൾക്കും സാംസ്കാരിക വകുപ്പിൻ്റെയും മറ്റെല്ലാ സ്ഥാപനങ്ങളുടെയും എല്ലാ ഉദ്യോഗസ്ഥർക്കും ഇവിടെ എത്തിയിരിക്കുന്ന മാധ്യമപ്രവർത്തകർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം അരുളി ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.